ശരിക്കും നിങ്ങൾ തമ്മിൽ എത്ര ഏജ് ഡിഫറൻസ് ഉണ്ട്? ഞാൻ 49 ആണ്, ഷീസ് 40. ആ ഇത് നമ്മളെ മറ്റേ നെസ്രി ഫാസിലൊക്കെ പറയുമ്പോ അവര് തമ്മിൽ കൊറേ ഏജ് ഡിഫറൻസ് ഉണ്ട്. അങ്ങനെയൊന്നും പറയരുത്, മുടി അത് പറയരുത്, ഒരിക്കലും പറയരുത്. താടിയില്ല. മുടി അല്ല ഞാൻ പറയുന്നത് അവര് രണ്ടുപേരും തമ്മിൽ അത്ര ഏജ് ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ ഒരുപാട് കപ്പിൾസിനെ നോക്കുകയാണെങ്കിൽ ഈ ലേഡീസ് കുറച്ചുകൂടി ഏജ് ആയിട്ട് വരുന്ന ആളുകളുണ്ട്. ഇപ്പൊ ധനുഷിന്റെയും ഐശ്വര്യന്റെ ഒക്കെ അവർ ഡിവോഴ്സ്ഡ് ആയി, പക്ഷെ മുന്നേ അങ്ങനെയൊക്കെയല്ല. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ പറയാം. അപ്പൊ നിങ്ങൾ തമ്മിൽ ആകെ ഇത്ര ഏജ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് പ്രശ്നമില്ലായിരുന്നു. പ്രശ്നമുള്ളത് അവരോട് പറയും. ഞങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങളുടെ ഒരു മാരേജിന്റെ സമയത്ത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ കൊണ്ടുവന്ന ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. അതായത് ഈ ഡിവോഴ്സ് ആയതിനു ശേഷം വീണ്ടും ഒരു സെക്കൻഡ് ചാൻസസ് എവിടെയാ ഇല്ലാത്ത? ലീഗലി ആർക്കും സെപ്പറേറ്റഡ് ആയിട്ട് സിംഗിൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഇരിക്കുന്ന ആർക്കും കല്യാണം കഴിക്കാവുന്ന ലോ. പക്ഷേ ഈ ഡിവോഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വീണ്ടും ഒരു പുതിയ ലൈഫ് ചൂസ് ചെയ്യാൻ പേടിയുള്ള ആളുകൾ ഉണ്ടാവും. ശരി, അല്ല ഞാൻ ചോദിക്കട്ടെ, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര് ആരും അറിയാതെ ഒളിസേവ നടത്തി രാത്രി ഒരാളുടെ വീട്ടിൽ കയറി പോവാണ് വേണ്ടത്? അല്ല. അപ്പൊ കല്യാണം കഴിച്ച് ഭാര്യയായിട്ട് വീട്ടിൽ കൊണ്ടുവരല്ലേ വേണ്ടത്? അത്രയല്ലേ ഞാൻ ചെയ്തുള്ളൂ. അതെ, ഞാൻ പറയുന്നത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെ അങ്ങനത്തെ ഒരു ഗുഡ് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അത് ഗുഡാണെന്ന് അവർക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് പോളിസേവയ്ക്ക് പോകാൻ പറ്റുന്നില്ല. അവരുടെ ലേഡി പാർട്ട്നേഴ്സ് മേ ബി പറയുന്നുണ്ടാവും, എന്നെ കല്യാണം കഴിക്കുന്നത് ആ കളവൻ കല്യാണം കഴിച്ച കണ്ടില്ലേ, ആ മുതുക്കനെ പോലെ നീയും കല്യാണം കഴിക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കഷ്ടമല്ലേ? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ. അല്ലല്ല, ഐ എം സേയിങ് ദാറ്റ്സ് എ പോസിബിലിറ്റി. അപ്പൊ മേ ബി അവർക്ക് അങ്ങനെയുള്ള ചാൻസ് പോയതിന്റെയോ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കുഞ്ഞുമോളുടെ ഇതിലേക്ക് ഇങ്ങനെ ചീത്ത കമന്റ് എഴുതുന്ന ആൾക്കാർ ഒരു പോസ്റ്റ് പോലും ഇല്ലാതെ 2-3 ഫോളോവേഴ്സിനെ തട്ടിക്കൂട്ടി ഫേക്ക് ഐഡിയ ഉണ്ടാക്കി അങ്ങനെ ഒരു കള്ള പടം വെച്ചിട്ട് വിജയിന്റെയും ഫഹദ് ഫാസിലിന്റെ ഒക്കെ പടം വെച്ചിട്ട്, അപ്പൊ അവരൊക്കെ ഞങ്ങൾക്ക് വന്ന് കമന്റ് ചെയ്യുന്നതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവില്ല, കണ്ടറിയാൻ ഫേക്ക് ഐഡിയ ആണ്. എന്നിട്ട് അങ്ങനെ വന്നിട്ട് സ്പെസിഫിക് ആയിട്ട് എന്ത് പറഞ്ഞാലാണോ കുഞ്ഞുമോക്ക് വിഷമാവുന്നത് അത് മാത്രം പറഞ്ഞിട്ട് പോകുന്നത് കാണുമ്പോൾ ഇത് രോഗമൊന്നുമല്ല, ഇതാരോ പറഞ്ഞ് ജയിപ്പിക്കുന്നത്, ആരാണെന്നും എനിക്കറിയാം, കുഴപ്പമൊന്നുമില്ല. ഈ ഞാൻ സാറിനെ ഇന്റർവ്യൂവിന് വിളിച്ചു, നിങ്ങൾ രണ്ടുപേരുടെ ഇന്റർവ്യൂവിന് കിട്ടും. അപ്പൊ എൻ്റെ അടുത്ത് ഞാൻ അവൈലബിൾ ആണ്, കുഞ്ഞുമോള് എന്തോ ഷൂട്ട് കഴിഞ്ഞിട്ട് വരും. അപ്പൊ ഞാൻ കുഞ്ഞുമോളോ അങ്ങനെ വിചാരിച്ചു. ഇത് പ്രേമിക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെയാണോ വിളിക്കല്, അതോ മാരേജ് ഒരു സെറ്റിൽ ഉണ്ടായിരുന്നു നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച 2 ദിവസം ഏപ്രിൽ 18, 19, 20 3 ദിവസമാണ് വർക്ക് ഉണ്ടായിരുന്നത്. അതിൽ 18ഉം 19ഉം എൻ്റെ അനിയത്തി അവിടെ കൂടെ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ സംസാരിച്ചു. 20-ാം തീയതി ശരി പോയിട്ട് വരാന്ന് പറഞ്ഞ് തുള്ളിച്ചാടി പോയി എന്നല്ലാതെ വേറെ അങ്ങനെ പരിചയം ഞങ്ങൾ അങ്ങനെ ലൊക്കേഷനിൽ പോകുമ്പോൾ പോയി അഭിനയിച്ചു വന്നു, അത്രേ ഉള്ളൂ. സി പ്രൊവൈഡഡ് ഞാനിപ്പോൾ സെക്രട്ടേറിയറ്റിലും പുള്ളിക്കാരി AG's ഓഫീസിലും വർക്ക് ചെയ്യാമെന്നിരിക്കട്ടെ, ഞങ്ങൾ തമ്മിൽ ഒരു ഡെപ്യൂട്ടേഷന്റെ സമയത്ത് കണ്ടു, കല്യാണം കഴിച്ചു. ഒരു മനുഷ്യൻ അറിയാൻ പോകുന്നില്ല. ഇത് ഞങ്ങൾ ചെയ്യുന്ന തൊഴിൽ സീരിയലായി പോയി. എൻ്റെ വൺ ഓഫ് മൈ വർക്ക് സീരിയലായി പോയി. അതെന്താ തെറ്റ്? ഞാൻ സീരിയൽ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ ഒരു പാഷനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല ചെയ്യുന്നത്, അത് സെറ്റിലും എല്ലാവർക്കും അറിയാം. ഈ ആക്ടർ, ഡോക്ടർ, അഡ്വക്കേറ്റ് ഒരുപാടുണ്ട്. ഇപ്പോൾ ഞാനൊക്കെ ഒരു ഡിഗ്രി എടുക്കാതെ കുറെ കഷ്ടപ്പെട്ടു. എങ്ങനെയാണത്? ഇത്രയും ഒരു എഡ്യൂക്കേഷന് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ഒരാളാണല്ലേ, എങ്ങനെ നേടിയെടുത്തു ഇത്രയും ഡിഗ്രി? നേടിയെടുക്കാന്ന് പറഞ്ഞാൽ വേറെ അതിന് കുറുക്ക് വഴിയൊന്നുമില്ല. അതായത് മറ്റേ കൽക്കട്ടയിൽ ഇന്നൊരു ഫോൺ നമ്പറിൽ വിളിച്ച് 500 രൂപ അയച്ച് ഞാൻ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും ഞാൻ പറയില്ല. കാരണം പഠിച്ചിട്ട് പരീക്ഷ എഴുതി തന്നെ എടുക്കണ്ടേ. കളർ സർട്ടിഫിക്കറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ടാവാം. അതിൽ പറയാനുള്ളൊരു കാര്യം, പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഡിഗ്രി നേടാൻ വേണ്ടിയിട്ട് പഠിക്കരുത്. എനിക്ക് ഇംപ്രൂവ് ആവണം, എനിക്ക് എൻ്റെ ലൈഫ് നന്നാക്കണം എന്ന ആഗ്രഹത്തിൽ ഇനീഷ്യലി എൻജിനീയറിങ് കഴിഞ്ഞ സമയത്ത് എൻ്റെ എലക്ടീവ് സബ്ജക്റ്റ് എയർ പൊല്യൂഷൻ ആയിരുന്നു. അപ്പോൾ അതിൽ പോസ്റ്റ് ഗ്രാഡ് ഡിപ്ലോമ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ചെയ്തു തുടങ്ങി. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് പുറത്ത് വന്ന സമയത്ത് ഐ ഓൾസോ ഹാവ് എ PGDEPM, അതായത് പോസ്റ്റ് ഗ്രാഡ് ഡിപ്ലോമ ഇൻ എൻവയറമെന്റൽ പ്രൊട്ടക്ഷൻ മാനേജ്മെന്റ്, ചാർട്ടേഡ് എൻവയറമെന്റലിസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ അതിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നറിയുമ്പോൾ നമ്മൾ അടുത്ത ഓപ്ഷൻ നോക്കണ്ടേ. അങ്ങനെ കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ ഇരുന്ന് ഞാൻ പീപ്പിൾസോഫ്റ്റും ഓറക്കിൾ VB പ്രോഗ്രാമിംഗും പഠിച്ച് വെബ് ഡിസൈനിങ്ങും അത് എൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ട് കുറച്ച് കാലം ഞാൻ വെച്ചു. പക്ഷെ അതല്ല എൻ്റെ പാഷൻ എന്നറിയുമ്പോൾ പിന്നെ ഞാൻ അത് വെച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ പിന്നെയും ഫെർദർ സ്റ്റഡീസ് എന്നുള്ള ആ ഒരു എന്താണ് അടുത്തത് പഠിക്കേണ്ടത് എന്നുള്ളത് പിന്നെ വന്നത് മീഡിയയിൽ കുറച്ചു കാലം വർക്ക് ചെയ്ത ശേഷമാണ് ഞാൻ റീസ്റ്റാർട്ടഡ് മൈ സ്റ്റഡീസ്. അങ്ങനെ MSc അപ്ലൈഡ് സൈക്കോളജി അപ്ലൈ ചെയ്തു, അങ്ങനെ പഠിച്ചു, പാസ്സായി. അപ്പോൾ അതിലെന്തെങ്കിലും സ്പെഷ്യലൈസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഹിപ്നോതെറാപ്പിയും ഇമോഷണൽ ഇൻ്റലിജൻസും NLPയും TA അതൊക്കെ ഇങ്ങനെ പഠിച്ചു വന്നു കഴിഞ്ഞപ്പം ഹിപ്നോതെറാപ്പിയാണ് എൻ്റെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് മനസ്സിലായി. അപ്പോൾ അതിൽ
സ്പെഷ്യലൈസ് ചെയ്യാൻ ആന്റണി ആൻഡ് ഫെഡി ജാക്വൻ്റെ അടുത്ത് പഠിച്ചു. അപ്പോൾ ഇതിനിടയ്ക്ക് സിനിമ എൻ്റെ ആഗ്രഹമായത് കാരണം ഡിജിറ്റൽ ഫിൽം മേക്കിംഗ് പഠിച്ചിരുന്നു. അപ്പം ഇങ്ങനെ ആഗ്രഹം അനുസരിച്ച് പഠിച്ചു എന്നല്ലാതെ എനിക്ക് ഇത്ര ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല. ഇഷ്ടത്തോടെ പഠിച്ചതാണ് വളരെ. ഇപ്പോഴും ഞാൻ പറയുന്നു, എൻ്റെ സെറ്റിൽ ഞാൻ SSLC പാസ്സായ ഒരാളുടെ അത്രയും പോലും അവർ വില കൽപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒന്നും കാണിച്ചിട്ടില്ല. അവിടെ ഞാൻ അഡ്വക്കേറ്റാണ് ഡോക്ടറാണെന്ന് പറഞ്ഞാൽ പോയിട്ട് വന്ന് പറയും. കാരണം അവിടെ അഭിനയമാണ്. ആര് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അവരാരെ എന്താ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാറില്ല. ഞാനവിടെ മുത്തശ്ശനാണ്, ആ ക്യാരക്ടറാണ് ഞാൻ, അത്രയേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. ചേച്ചിക്ക് എങ്ങനെയാണ് ക്രിസ്റ്റായിട്ടൊരു വിദ്യ വളരെ സമ്പന്നനായിട്ടുള്ള? അല്ല, അവിടെയാണ് ഏറ്റവും വലിയൊരു പേടി ഉണ്ടാവും. നാട്ടുകാർ പറഞ്ഞ് പേടിപ്പിക്കുന്നതാണ് ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പറയാൻ. അയാളുടെ അത്രയും ബുദ്ധിയില്ല. എനിക്ക് ബുദ്ധി സാമാന്യ ബുദ്ധിയുള്ളൂ. ഞാനൊരു ക്ലാസ് ടോപ്പറോ ഒന്നുമല്ല, ഞാനൊരു ആവറേജ് സ്റ്റുഡൻറ്റാണ്. പറഞ്ഞ് കുഞ്ഞുമോളുടെ മനസ്സിനകത്തേക്ക് കുഞ്ഞുമോൾക്ക് വിദ്യാഭ്യാസമില്ല, ഇവരുടെ ഈ അഭ്യാസവും വിദ്യാഭ്യാസവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഒരുപാട് പേര് കമന്റ്സിൽ പറയുന്നു കേട്ടോ, അതായത് ചേച്ചി ഇങ്ങനെ നോർമലി നമ്മളെ കണ്ണൂർ ഭാഷയിൽ ഇങ്ങനെ സംസാരിക്കുന്നു, ചേട്ടനാണെങ്കിൽ ഭയങ്കര പോളിഷ്ഡ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നു, ഇവര് തമ്മിൽ ഒത്തുപോകോ, ആ രീതിയിലൊക്കെയുള്ള കമന്റ്സ്. അല്ല, ഞാൻ തറയായിട്ട് സംസാരിക്കട്ടെ, മതിയോ? അല്ല, കുഞ്ഞുമോള് സംസാരിക്കുന്ന കളി ചിരി കണ്ണൂരിന്റെ നല്ല ഭാഷയെക്കാളും മോശമായിട്ട് തിരുവനന്തപുരത്ത് ഒരു തറ ഭാഷയാണ്. ഞാൻ പഠിച്ചത് എഞ്ചിനീയറിംഗ് കോളേജിലും ആർട്സ് കോളേജിലും അവിടെ ട്രിവാൻഡ്രത്ത് തന്നെയാണ് ഞാൻ കുറേ കാലം പഠിച്ചത്. എന്തായാലും കൂടെ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ലാംഗ്വേജ് അത്ര നല്ലതൊന്നും അല്ല. ആർക്കാണ് നിങ്ങൾക്ക് ആദ്യമായിട്ടൊരു ഇഷ്ടം തോന്നുന്നത്? ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ, നിങ്ങൾ സീരിയൽ സെറ്റിൽ കണ്ട് ഇഷ്ടപ്പെട്ട് പിന്നീട് കല്യാണം കഴിച്ചതാണെന്നാണ് വിചാരിച്ചത്. അങ്ങനെയല്ല, അറേഞ്ച് മാരേജ് പോലെയായിരുന്നു. എൻ്റെ അനിയത്തി അറിയിച്ചു. എന്നാലും നമുക്ക് കാണുമ്പോ ഇങ്ങനെ ഉണ്ടാവില്ലേ, പുള്ളി കൊള്ളാം, ആ ഒരു രീതിയിലൊക്കെ ഇങ്ങനെ തോന്നി. എന്നെ കണ്ട് കൊള്ളാന്ന് പറയുന്ന ആൾക്കാരുടെ കണ്ണിന് എന്തോ തിമിരോ എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ എനിക്ക് തിമിരുണ്ട്. അല്ല, നീ കൊള്ളാന്നല്ലോ പറയുന്നത്, നീ ഓക്കെ അല്ലേ പറയുന്നത് കല്യാണത്തിന്? അപ്പൊ എനിക്ക് തിമിരുണ്ടല്ലോ. അപ്പൊ പിന്നെ അതിനാണ് കണ്ണാടി വാങ്ങിച്ചത്. ചേച്ചിക്ക് തോന്നിയിരുന്നു ആദ്യം ഇഷ്ടം തോന്നിയിരുന്നോ? എനിക്ക് പേടിയായിരുന്നു, സംസാരിക്കാൻ പേടിയായിരുന്നു. ചേട്ടൻ എന്താ തോന്നിയത്? ഒരു ക്യൂട്ട് കുട്ടി, വേവ് കുറഞ്ഞൊരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. അല്ല, സെറ്റിൽ വന്നപ്പോ ആ ക്യാരക്ടർ ചെയ്യാൻ ആദ്യമായിട്ട് വന്ന. അപ്പൊ ഞാൻ പൊതുവെ അങ്ങനെ അന്ന് സംസാരിക്കൊന്നും ചെയ്യില്ല. ആദ്യത്തെ ദിവസം സംസാരിച്ചേയില്ല. ഞാൻ ഫ്രണ്ടിലിരിക്കായിരുന്നു, ഒരാളിങ്ങനെ തുറച്ചു നോക്കിയിട്ട് അങ്ങ് പോയി. ഇപ്പോഴും ആ തുറച്ചുകൊണ്ട് മാറിയിട്ടൊന്നുമില്ല. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് തുറച്ചു നോക്കിയിട്ടൊക്കെ പോകും. അതെന്താ അതിന്റെ അർത്ഥം എന്നുള്ളത് അതെന്താന്നുള്ളത് എനിക്കറിയില്ല. അതിന്റെ അർത്ഥം ചിലപ്പോൾ കണ്ണൂരിലുള്ള നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. കുറച്ച് തുറച്ചുനോട്ട് കൂടുതലല്ലേ നമ്മൾ സംസാരിക്കുമ്പോ ഈ നെറ്റി ചൊളിക്കൂലേ, അതായിട്ടും പറയുന്നു. അത് പണ്ടേ ഉള്ളതാ, അതിന് മാറ്റാനും പറ്റില്ല. അത് ഞാൻ സംസാരിക്കുമ്പോ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ ഞാൻ ഇങ്ങനെ നോക്കും. അപ്പൊ എനിക്ക് ഇവളെന്തോ ദേഷ്യം കൊണ്ട് നോക്കുന്നതാണ്, ഇവളെന്തോ ചിന്തിച്ച് കിടക്കും. അപ്പോ അങ്ങനെ ആദ്യത്തെ ദിവസം ഒന്ന് സംസാരിച്ചു. പിന്നെ രണ്ടാമത്തെ ദിവസം കൈ വേനണ്ടെന്ന് പറഞ്ഞ് അത് മാറ്റിക്കൊടുക്കും. NLP സ്വിച്ച് ഔട്ട് ചെയ്ത് മാറ്റിക്കൊടുക്കും. അത് കഴിഞ്ഞ് അടുത്ത ദിവസം അനിയത്തി ഇല്ലാത്തപ്പോൾ നോക്കിക്കോണേന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഒന്ന് നോക്കി. ഇത് ഒരിക്കൽ ഭോപ്പാൽ പോകുന്ന സമയത്ത് ട്രെയിനിൽ ഒരു അങ്കിൾ ഓപ്പോസിറ്റ് സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, കൊച്ചു മോനാണ്, ഒന്ന് നോക്കിക്കോണേന്ന്. എന്നെ ആഹാരം കഴിക്കാൻ പോലും സമ്മതിച്ചില്ല, അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെയില്ല, ഇതിപ്പോ നോക്കി അല്ല, അങ്ങനെയല്ല. അപ്പൊ അങ്ങനെയൊന്നും ചെയ്തില്ല. അങ്ങനെയൊന്നും ചെയ്തില്ല. അപ്പൊ അന്ന് സംസാരിച്ചു എന്നല്ലാതെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് സംസാരിച്ചൊന്നില്ല. ഒരു പാട്ട് പാടാൻ പറഞ്ഞു, പാട്ട് പാടി, അത്രേ ഉള്ളൂ. നേരത്തെ അറിയായിരുന്നോ പാട്ട് പാടുന്ന ആളാണ്? ഇല്ല, അവിടെ അന്ന് എന്തോ ഒരു ചാനലിന്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടി എല്ലാരെ കൊണ്ടും പാട്ടൊക്കെ പാടിപ്പിച്ചായിരുന്നു. അപ്പൊ ഏട്ടൻ പാടുന്നത് ഞാൻ കേട്ടായിരുന്നു, അങ്ങനെ പഠിപ്പിച്ചു.